ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം, നിങ്ങളുടെ ഉള്ളിൽ ഒരു തോന്നൽ ഉണ്ടാവുകയാണ്. ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ മറയ്ക്കുന്നു. എന്നൊരു ഗട്ട് ഫീലിംഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ്. അതായത് ഇൻറ്റ്യൂഷൻ തോന്നുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ ശരിയല്ല, എന്തൊക്കെയോ കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു റീഡിംഗ് ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. എൻ്റെ ഓഡിയൻസിൻ്റെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കളക്റ്റീവ് എനർജി എടുത്തുകൊണ്ടാണ് ഞാൻ ഈ റീഡിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവരെന്താണ് നിങ്ങളിൽ നിന്നും മറയ്ക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്, അവർ ശരിക്കും എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് മറയ്ക്കാനായിട്ട് ആഗ്രഹിച്ച് ചെയ്യുന്നതാണോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ അതൊന്ന് കൺസിഡർ ചെയ്യുക. ബിക്കോസ് അങ്ങനെയാകുമ്പോൾ എനിക്ക് കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് നിങ്ങൾക്ക് വരും റീഡിങ്ങുകളിലൊക്കെ തരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പേഴ്സൺ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങളോട് എന്തെങ്കിലും മറയ്ക്കുന്നു എന്ന് തോന്നുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലൊന്ന് ചിന്തിച്ച് ഒന്ന് റിലാക്സ് ആവുക. ഫസ്റ്റ് ആദ്യം നിങ്ങളുടെ ബ്രീത്തിലേക്കൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തൊന്ന് റിലാക്സ്ഡ് ആയതിനു ശേഷം ഒരു 2 മിനിറ്റ് കാം ഡൗൺ ആയതിനു ശേഷം ആ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുക. ഒരിക്കലും നെഗറ്റീവ് തോട്ട്സ് ആ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കരുത്. ഒരു പോസിറ്റീവ് റീഡിംഗ് തരണം എന്ന് തന്നെയാണ് എനിക്ക് എപ്പോഴും ആഗ്രഹമുള്ളത്. പക്ഷേ കാർഡ്സിൽ എന്താണ് വരുന്നത് എന്ന് എനിക്കറിയില്ല. സോ നമുക്ക് ഇനി റീഡിംഗ് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ആരാണ് ആ ഒരു വ്യക്തി, എന്താണ് അവരുടെ ശരിക്കും ട്രൂ ഫീലിംഗ്, ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ഫീലിംഗ് എന്താണ്, എന്തെങ്കിലും സീക്രട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ടോ, അതുപോലെ അവരിപ്പോൾ ആ ഒരു സീക്രട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ, ആ ഒരു സത്യം നിങ്ങൾ അറിയേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ നമ്മൾ സ്പിരിറ്റ് അഡ്വൈസ്, എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ് എന്നുകൂടി നമ്മളിവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു റീഡിങ് ടാരോയോട് ചോദിച്ച് നോക്കാം. എന്താണ് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും മറയ്ക്കുന്ന അല്ലെങ്കിൽ ഒളിക്കുന്ന ആ ഒരു കാര്യം? ടാരോ പ്ലീസ് ഗൈഡ് മീ. എന്താണ് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും മറയ്ക്കുന്നത്? റീഡിങ് ഫോർ മൈ ഓഡിയൻസ്, റീഡിങ് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ്. എന്താണ് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും മറയ്ക്കാൻ ശ്രമിക്കുന്നത്? ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ റീഡിങ്ങുകളിലേക്ക് എത്തുന്നത് ആ ഒരു സമയത്തായിരിക്കും ഇത് വാലിഡ് ആവുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസൊനേറ്റ് ആവണം എന്നില്ല. ഓക്കെ, സോ നമുക്ക് ടാരോയോട് ചോദിക്കാം, എന്താണ് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 1, നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വ്യക്തി ആരാണെന്നുള്ളതാണ്. ഹൂ ഇസ് ദാറ്റ് പേഴ്സൺ ഇൻ യുവർ ലൈഫ്? ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ആരാണ്? എനർജറ്റിക്കലി ആ ഒരു വ്യക്തി ആരാണെന്ന് നമുക്ക് നോക്കാം. ഹൂ ഇസ് ദാറ്റ് പേഴ്സൺ ഇൻ യുവർ ലൈഫ്? കാർഡ് നമ്പർ 1, ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങൾ എന്താണ്, അല്ലെങ്കിൽ പുറമേ കാണിക്കുന്നതിനേക്കാൾ ഉപരി ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നാണ് നോക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് ഉള്ളിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? എന്ത് മെയിൻ സീക്രട്ട് ആണ് അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്നത്, നിങ്ങളിൽ നിന്ന് ഒളിക്കുന്ന ആ ഒരു സീക്രട്ട് എന്താണെന്ന് നോക്കാം. അങ്ങനെ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടെങ്കിൽ ആ ഒരു കാർഡ് ഇപ്പോൾ പറഞ്ഞു തരും. എന്താണ് അവർ നിങ്ങളിൽ നിന്ന് ഒളിക്കുന്ന ആ സീക്രട്ട്? ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു സീക്രട്ട് ഇപ്പോൾ സീക്രട്ടായിട്ട് തന്നെ ഇരിക്കുന്നത്? അതായത് അവർ പുറത്ത് പറയാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ അറിയണ്ട എന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം നിങ്ങൾ അറിയണ്ട എന്ന വ്യക്തി വിചാരിക്കുന്നത്? ഈ ഒരു കാര്യം മറനീക്കി പുറത്ത് വരുമോ? അതായത് നിങ്ങൾ ഈ കാര്യം അറിയാനുള്ള ചാൻസ് ഉണ്ടോ? ഈ ഒരു കാര്യം മറനീക്കി അവരിൽ നിന്ന് തന്നെ പുറത്ത് വരുമോ നോക്കാം. ഈ ഒരു കാര്യം നിങ്ങൾ ഭാവിയിൽ അല്ലെങ്കിൽ ഉടനെ അറിയാൻ ചാൻസ് ഉണ്ടോ? ഇതിനേക്കാൾ ഉപരി എന്താണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ സ്പിരിറ്റ് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ്? ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ്, നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്? യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണ്? യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. ഫൈനൽ കാർഡ്. ഓക്കെ, നമുക്ക് കാർഡ്സ് ഒക്കെ നോക്കാം. സോ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം? ഓക്കെ, 6 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അവർ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും സീക്രട്ട് ഒളിക്കുന്നുണ്ടോ എന്ന് നോക്കാം. 8 ഓഫ് സോർഡ്സ്. എന്തുകൊണ്ടാണ് അവർ നിങ്ങളോട് ഇത് ഒളിക്കുന്നത്? റീസൺ എന്താണെന്ന് നോക്കാം.
Queen of Pentacles. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങളുടനെ ഡിസ്കവർ ചെയ്യാൻ, നിങ്ങൾ കണ്ടെത്താൻ സാധ്യതയുണ്ടോ? 6 of Cups ആണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് Ace of Pentacles ആണ്. സോ ഈ ഒരു കാർഡിൽ മൊത്തത്തിൽ ഒരു പെൻറ്റക്കിൾ എനർജിയാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. സോ നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് പോവാം. നിങ്ങൾക്ക് ഈ റീഡിങ്ങിൻ്റെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു കാർഡാണ്. സോ ഇതിന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പേഴ്സൺ വളരെ ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടിരിപ്പുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസിനെ നിങ്ങളെ അറിയിക്കാൻ, അതല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ ഒന്നും പറ്റുന്നില്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെ സ്വീറ്റായിട്ട് അല്ലെങ്കിൽ വളരെ കാമായിട്ട് വന്ന് സംസാരിക്കണം എന്നുണ്ടായിരിക്കും, ക്ഷമ പറയണം എന്നുണ്ടായിരിക്കും. പക്ഷേ അവർക്ക് എങ്ങനെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നറിയില്ലാത്ത ഒരു എനർജിയിലായിരിക്കും. ഓക്കെ, അതായത് ഇമോഷണലി അവരത്ര ഓക്കെ അല്ല ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പം നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്ന ആ ഒരു വ്യക്തി ഇമോഷണലി അത്ര ഓക്കെ അല്ല. അവരൊരു വൈകാരികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ വേറൊരു തലത്തിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, അതിനുള്ള മുന്നൊരുക്കങ്ങൾ, അതായത് മേ ബി നിങ്ങളുമായിട്ടുള്ള ഒരു റീകണക്ഷന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ മെൻ്റൽ സ്റ്റേറ്റ് മാറണം എന്നുള്ള കാര്യം അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഒരു പുറപ്പാടിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊരു ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള റീഡിങ് തന്നെയാണ്. ഇമോഷണൽ വാല്യൂസ് ആണ് ഇതിന് വളരെയധികം കൂടുതൽ. ഓക്കെ, സോ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ആരാണ്? ഓക്കെ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലവറായിരിക്കാം, നിങ്ങളുടെ ഒരു സുഹൃത്തായിരിക്കാം, നിങ്ങൾ ഇമോഷണലി വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഉറപ്പായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണിത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ പാർട്ട്നേഴ്സ് ആയിരിക്കാം, ഐ മീൻ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കാം, ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർ, ഒരുമിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, പഠിക്കുന്ന ആൾക്കാരായിരിക്കാം, എന്തെങ്കിലും കോഴ്സിന് പഠിക്കുന്നവരോ എന്തെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഉള്ള ആൾക്കാരായിരിക്കാം. അതായത് ഒരുമിച്ച് ചേർന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പ്ലാനുകൾ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം, നിങ്ങൾ വാഗ്ദാനങ്ങൾ പരസ്പരം കൈമാറിയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഓക്കെ, പക്ഷേ ഇതിൽ നിങ്ങൾ അവർക്ക് ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട് അവരിൽ നിന്നും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. അത് കിട്ടാത്തതിൻ്റെ ഒരു നിരാശാബോധം ഇതിലുണ്ട്. സോ ഈ ഒരു റീഡിങ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പുറത്ത് കടക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു സൗഹൃദം അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, കുറേ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്നും പുറത്തേക്ക് പോയ ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത്. ആ ഒരു വ്യക്തിയുടെ എനർജി ഇപ്പോൾ ഇമോഷണലി അത്ര സ്റ്റേബിൾ അല്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ കുറേ നാൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ബാലൻസിലേക്ക് ഇമോഷണലി വന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരുമിച്ച് കൈകോർത്ത് നിൽക്കേണ്ട ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൈ കോർത്ത് പിടിച്ച് രണ്ട് സൈഡിലേക്ക് മാറി നിൽക്കുകയാണെങ്കിൽ ഒരാൾ ശക്തിക്ക് വലിച്ചാൽ മറ്റേ ആൾ താഴെ വീഴും. പക്ഷെ ഒരേ പുള്ളിങ്കിൽ രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ താഴെ വീഴില്ല, അല്ലെ? അങ്ങനെ നിൽക്കേണ്ട ആൾക്കാരായിരുന്നു. പക്ഷെ ഇതിൽ ഒരാൾ ലൂസായിട്ടുണ്ട്, കൈ അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റേ ആൾക്ക് അതിൽ നിന്നും പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരിക്കാം. എനിവേ, ഈ പരിക്ക് പറ്റിയിട്ടുള്ള ആൾ ഇപ്പോൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളോടുള്ള ട്രൂ ഫീലിംഗ് അവരുടെ എന്താണെന്ന് നോക്കിയപ്പോൾ നമുക്ക് 5 of Pentacles ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വളരെയധികം ഇൻസെക്യൂർ ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മേ ബി നിങ്ങളെ ഫേസ് ചെയ്യാൻ പോലും പറ്റത്തില്ലാത്ത ഒരു എനർജിയിലേക്ക് അവർ മാറിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. അവർ ഇമോഷണലി, അതായത് മാനസികമായിട്ട് അവർ ശരിക്കും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിരിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ തുടരില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഈ ഒരു എന്ത് കാര്യമാണോ ആ ഒരു വ്യക്തിയായിട്ടുള്ളത് അതിൽ നിങ്ങൾ ഇനി കടിച്ചു തൂങ്ങില്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, മേ ബി അവർക്ക് നിങ്ങളെ അർഹതയില്ല എന്ന് കൂടി അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, വെറുപ്പിൻ്റെ കാർഡൊന്നും അല്ല, ഇമോഷണലി അവർക്ക് കുറ്റബോധം വന്ന്, അതായത് ഭയങ്കരമായിട്ടുള്ള മെൻ്റലി അവർ ചെയ്തതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് റീതിങ്ക് ചെയ്യുന്നൊരു സമയമായിരിക്കും. പക്ഷെ അവർ വെറുപ്പും കാര്യങ്ങളും കൊണ്ടൊന്നും അല്ല നടക്കുന്നത്.
അവർ റീതിങ്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് എങ്ങനെ അവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണം എന്ന് അറിയാത്ത ഒരു അവസ്ഥയിലായിരിക്കും. മാനസികമായിട്ട് നോക്കുകയാണെങ്കിൽ അവർ വളരെയധികം പുറകോട്ട് നിൽക്കുന്ന ഒരു ഇമോഷനിലായിരിക്കും. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രത്യേകിച്ചും അവർക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ ഉള്ളത്. ഓക്കെ. ആൻഡ് അവർക്കിപ്പോൾ തോന്നുന്നില്ല വേറൊരു കാര്യം എന്ന് പറയുന്നത് അവർ അത്ര നിങ്ങൾക്ക് പറ്റിയ ഒരാളല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിനൊന്നും അർഹതയുള്ളൊരു വ്യക്തിയല്ല അവരെന്ന് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അവർ നിങ്ങളിൽ നിന്ന് എന്ത് സീക്രട്ടാണ് ഹൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ശരിക്കും ട്രാപ്പിലായ പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. അത് നിങ്ങൾ അറിയാതിരിക്കാൻ അവർ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ അവർ ശരിക്കും വേദനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടതിൽ അവർ ശരിക്കും അവരുടെ കയ്യിലിരിപ്പുകൊണ്ടാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ഉള്ളിൽ കുറേ ചിന്തകളുണ്ട്. എന്താണ് ഇപ്പോൾ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഉറക്കം നഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരിക്കും, അതിനെക്കുറിച്ച് അവർ വറീഡ് ആവുന്നുണ്ട്. അതുപോലെ അവർക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ അവർ റെസ്ട്രിക്റ്റഡ് ആണ്. മേ ബി അവർക്ക് വന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പോലും അവർക്കിപ്പോൾ അതിന് പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും അവരുള്ളത്. ഓക്കെ. അവർക്ക് ചിന്തിക്കുന്നത് പോലെ പറയാനോ പ്രവർത്തിക്കാനോ ഒന്നും സാധിക്കില്ല. അവരുടെ മനസ്സിൽ ചിലപ്പം അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരണം എന്നുണ്ടെങ്കിലും അവരുടെ ചുറ്റുപാടുകൾ അവരെ അതിനെ അനുവദിക്കുന്നുണ്ടാവില്ല. അതുപോലെ അവർ തന്നെ സ്വയം ചിന്തിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ, കുറേ അബദ്ധധാരണകൾ അവരെ ഇതിന് സമ്മതിക്കത്തുമില്ല. ഒരുപാട് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് അവർക്കിപ്പോൾ ഉള്ളത്. ഇതൊന്നും നിങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ അവരെ പരസ്പരം കാണുന്ന സമയത്ത് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് പോലെ കാണിക്കുന്നുണ്ടായിരിക്കും. അവർക്കിതൊന്നും ബാധിച്ചിട്ടില്ല എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി, അങ്ങനെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെ ഇമോഷണലി പൊട്ടിത്തെറികൾ ഉണ്ടായാലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് നിങ്ങളെ അറിയിക്കാതെ അവർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ആക്ച്വലി അവർ പറയാതിരിക്കുന്ന ഒരു കാര്യം, അവർ മാനസികമായിട്ട് വളരെയധികം തകർന്നിരിക്കുകയാണ് എന്ന് നിങ്ങളോട് പറയാതെ അവരെ ഒളിച്ചു വെക്കുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ. അല്ലെങ്കിൽ അവർ വേറൊരു റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കും. അവരുടെ സിറ്റുവേഷൻ കുറച്ച് മാറിയിട്ടുണ്ടായിരിക്കും, വേറൊരു റെസ്പോൺസിബിലിറ്റിയിൽ അവർ എത്തിയിട്ടുണ്ടായിരിക്കും. അവർക്ക് അതുകൂടി നോക്കണമായിരിക്കും. അവർക്ക് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഇല്ലായിരിക്കും. അവർക്ക് തിരിച്ച് ഓടി വരണം എന്നുണ്ടെങ്കിലും കൈയും കാലും ബന്ധിച്ച അവസ്ഥയിലായിരിക്കും അവരിപ്പോൾ ഉള്ളത്. സോ ഈ ഒരു കാര്യമാണ് അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണ്, നിങ്ങൾ പരസ്പരം കാണുന്നില്ലെങ്കിൽ അവർക്ക് അവിടെ എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാക്കുക, അവർക്ക് മറ്റെന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റീസ് അവരിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. അത് നിങ്ങൾ അറിയാതിരിക്കാൻ അവർ ശ്രമിക്കുന്നുമുണ്ട്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം അവർ ഹൈഡ് ചെയ്യുന്നതെന്ന് നോക്കിയപ്പോൾ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ. അതായത് അവർക്കെപ്പോഴും അവരെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരെ വളരെ ബാലൻസ് ഉള്ള ലൈഫിൽ ബാലൻസ് ഉള്ള എല്ലാ കാര്യങ്ങളും സ്വയം നിയന്ത്രിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് പുറമേ കാണിക്കുന്നതിനോടാണ് താല്പര്യം. ഓക്കെ. അവർ റെസ്പോൺസിബിൾ ആണ്, അവർ വളരെയധികം ഗ്രൗണ്ടഡ് ആണ്. എന്താ പറയുക, അവർക്കൊരിക്കലും അവർ വീക്കാണ് എന്ന് കാണിക്കാൻ, അവരുടെ ആ ഒരു വീക്ക് സൈഡ് കാണിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കും. അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ പോസിറ്റീവ് സൈഡ്സ് ആയിരിക്കും അവർക്ക് പുറമേ കാണിക്കാനുള്ള ആഗ്രഹം. ഓക്കെ. അവരുടെ ഈ വീക്ക് സൈഡ് നിങ്ങളെ കാണിക്കുന്നതിനോട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവരുടെ ലൈഫിൽ അവർ റെപ്യൂട്ടേഷനും ബഹുമാനവും സെക്യൂരിറ്റിയും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ. ആ ഒരു എനർജിയിൽ നിൽക്കാനാണ് അവർക്ക് താല്പര്യം. അപ്പോൾ അവർക്ക് ഇങ്ങനെ അവരിത്രയും മെൻ്റലി വീക്കായി പോയി എന്ന് അവരെ അറിയിക്കാനുള്ള താല്പര്യം അവർക്ക് ഉണ്ടാവില്ല. അവരുടെ മാനസികമായിട്ടുള്ള സ്ട്രെസ് അവർ വളരെയധികം ഒളിക്കുന്നുണ്ട്. കാരണം അവർക്ക് മെച്ചുറാണ്, ഞാൻ കുറച്ച് മെച്ചുറാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളൊരു ഇമേജ് പുറത്ത് കാണിക്കുന്നതിനാണ് അവർക്ക് താല്പര്യം. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് പുറമേ അറിയുന്നതിനോട് അവർക്ക് വലിയ താല്പര്യമില്ലായിരിക്കും. ഓക്കെ. അവരിപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അവരുടെ സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങൾ നല്ലതാക്കാൻ, ഫാമിലി സ്റ്റെബിലിറ്റി, അങ്ങനത്തെ കുറേ കാര്യങ്ങളിലേക്ക്, അതായത് കുറേ വർഷം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പം ഞാനിങ്ങനെ ഇതിലോർത്ത് വിഷമിച്ചിരുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന, എനിക്ക് കുറേ വർഷം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും അല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നും. അതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം, എൻ്റെ ഫൈനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ നന്നാക്കാൻ വർക്ക് ചെയ്യാം എന്നൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുന്നത്. ഓക്കെ. അവരുടെ ഒരു വൾണറബിൾ സൈഡ് അവർക്ക് കാണിക്കാനായിട്ട് താല്പര്യമില്ല എന്നുള്ളതാണ് കാര്യം. ആൻഡ് അവരുടെ ഈ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ തിരിച്ചറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾ തിരിച്ചറിയും. കാരണം നിങ്ങൾ തമ്മിലൊരു ഹാർട്ട് ഫെൽറ്റ് കോൺവെർസേഷൻ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ നന്നായിട്ട് ഡീപ്പ് ഒരു കോൺവെർസേഷൻ വരാൻ ചാൻസ് ഉണ്ട്. എല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ചാൻസ് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക്
നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു നൊസ്റ്റാൾജി, അതായത് നിങ്ങൾ ഒരുപാട് നല്ല സമയം സ്പെൻഡ് ചെയ്ത് ഒരുമിച്ച് ഓർക്കാനുള്ള ചാൻസ് വരുന്നുണ്ട്. സോ ഒരു റീകണക്ഷനുള്ള പോസിബിലിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ റീകണക്റ്റ് ആവുന്നത് നിങ്ങൾ രണ്ടുപേരെ അറിയുന്ന പാസ്റ്റിലുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറാൻ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഇമോഷൻസ് കുറച്ചുകൂടി സോഫ്റ്റൺ ആവും എന്നുള്ളതാണ് കേട്ടോ. സോ ഇതൊരു ഷോക്കിംഗ് എക്സ്പോഷർ ഒന്നുമല്ല, ഒരു ഇമോഷണൽ റിയലൈസേഷൻ ആയിരിക്കും. അതായത് അവരുടെ മാനസികാവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം വരും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു വ്യക്തിയെ മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് അവരറിയാനും ഉള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ് ഈ ഒരു കാര്യത്തിൽ എന്താണെന്ന് നോക്കിയാൽ, എന്താണോ റിയൽ ആയിട്ടുള്ളത് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഈ ലൈഫിലെ കൺഫ്യൂഷൻസിലേക്കല്ലാതെ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, വെറുതെ വാക്കുകൾ കൊണ്ട് പറയാതെ ആക്ഷൻ എടുക്കുക. ആക്ഷൻ ഫോളോ ചെയ്യുന്ന ഒരു കാർഡ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്ഷൻ എടുക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് എവിടെയാണോ, നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഏത് രീതിയിലാണ് പോകണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ പോകാനുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, എപ്പോഴെങ്കിലും ഇത് തിരിച്ചു വരുമോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഈ ഒരു വ്യക്തി റീകണക്റ്റ് ആവും, അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കാതെ നിങ്ങൾക്ക് എന്താണോ മാറ്റം ലൈഫിൽ വേണ്ട അതിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഫിസിക്കലി നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് എന്താണ് ഇപ്പം റിയൽ ലൈഫിൽ കിട്ടാൻ ചാൻസ് ഉള്ളത്, അതായത് പിന്നെ എപ്പോഴെങ്കിലും കിട്ടുമായിരിക്കാം എന്ന് ആലോചിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ള അതിലേക്ക് ഫോക്കസ് ചെയ്ത് ഇമോഷണലി ഉള്ള കാര്യങ്ങളിലേക്കല്ല. ഇപ്പോൾ നിങ്ങളുടെ റിയാലിറ്റി, നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കാവുന്ന, അതായത് നിങ്ങൾക്ക് സൊസൈറ്റിയിൽ ഒരു മൂല്യം കിട്ടാവുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഫൈനാൻസിനെ ബെറ്റർ ആക്കാവുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ അൺസ്റ്റേബിൾ ആയിട്ട് ഒരു പ്രത്യേക മൊമെൻറ്റോ ഒന്നുമില്ലാതെ ഇങ്ങനെ വെറുതെ പോകുന്നത് പോലെ തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു കാര്യത്തിലേക്ക്, അതായത് ഒരു സെക്യൂർ ആയിട്ടുള്ള ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് റെഡി ആയിട്ടുണ്ട്. പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമോഷണൽ കണക്ഷൻ ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾ തിരിച്ചറിയപ്പെടുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് തന്നെ പുതിയൊരു തുടക്കമായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് ഇവിടം വരെ എത്തുള്ളൂ നിങ്ങൾ മനസ്സിലായിട്ട് നിങ്ങളുടെ ലൈഫ് തേടി പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 2 പോസിബിലിറ്റീസ് ഇവിടെയുണ്ട്. എനിവേ, ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്ന. ആ ഒരു വ്യക്തി ഇമോഷണലി വളരെ അൺസ്റ്റേബിൾ ആണ്, അത് നിങ്ങൾ അറിയാതിരിക്കാൻ അവർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ ആക്ട് ചെയ്യുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും. സോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൻ്റെ ഒരു ബ്രീഫ് എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.